ഫാനൊന്നും ഓഫാക്കിയില്ലെങ്കിൽ ഈ ആട്ടൊന്ന് നിൽക്കുകയാണ്. ഹലോ, നീ ഇങ്ങനെ ആടിക്കളിച്ചോ? എന്തെല്ലാം വിശേഷം? ഞാനിപ്പോ പുതിയല്ലേ? അതെ അതെ. മറ്റൊരങ്ങ് പോയില്ലേ 2025. അതിനുശേഷം ഇപ്പൊ പുതുതായിട്ട് തന്നെ ഇവിടെ തൂക്കിയതാ. പിന്നെ ഇങ്ങോട്ട് കുറെ ആയോ? ആ, ഞാനൊരു 5-8 കൊല്ലായി. നിങ്ങൾക്കല്ലേ പിന്നെ മാസത്തിലുള്ള വർക്കുള്ളൂ. ബാക്കി ഫുൾ ടൈം കിടന്ന് ഉറങ്ങല്ലേ? എന്റെ ഇതൊന്നും പറയണ്ട, ദിവസം കിടന്ന് ഓടല്ലേ. ഇങ്ങോട്ട് പിന്നല്ലേ എന്റെ രാത്രി തെയ്യേ ഓട്ടത്തിന്റെ ഒച്ചയല്ലേ, അതിന് ലേശം ഒന്ന് കുറയ്ക്കണം. എന്താ അറിയോ, എന്റെ ടിക് ടിക് കൂർക്ക പരിയുണ്ട് ഒരു തുള്ളി ഇന്നലെ എനിക്ക് ഉറങ്ങാനായിക്കില്ല. ഇനിയിപ്പൊ വന്നിക്കല്ലേ ഉള്ളൂ, എനക്കങ്ങ് ശീലായിക്കോളൂ. അല്ലടോ, ഇന്നലെ എന്തായാലും ഒരു 6-6:30 ഒരു കരച്ചിൽ കേട്ടിന്റെ. അതൊന്നും പറയണ്ട പോലെ, അത് വിട്ട ചങ്ങായി ഒരു സൂചി കൊണ്ടുവന്ന് കുത്തിയതാ. ഇത് ഇവന്മാരെ സ്ഥിരം പരിപാടിയാ. ഇവരിപ്പോ എന്നെ സൂചി കുത്താൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇഞ്ഞൊന്ന് നോക്ക്, ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി 8 ആയി. എന്നിട്ട് എന്നെ ഒന്ന് മറച്ചിട്ടിക്കോ ഇല്ലാലോ. ഇനിയിപ്പോ കുറച്ചു ദിവസം കഴിഞ്ഞാലുണ്ട് ഒരു വരുത്ത് കാരണവന്മാര് വല്ല വീട്ടിൽ കൂടലോ പേരിടലോ പാല് കാച്ചലോ എന്തെങ്കിലും കൊണ്ടേ നോക്കാൻ, മലയാളം മാത്രം നോക്കാൻ അങ്ങനെ തിരിച്ചിട്ടാലായി. ആ, എന്റെ കാര്യം ഇറക്കം ഇങ്ങനെ തന്നെയാ. കുറച്ചു ദിവസം ഞാൻ കോമയിലായിരുന്നു. അതേലു വേറ്റ് തീർന്നിട്ട് 2 ദിവസമായിട്ടാണ് എന്റെ വേറ്റൊന്ന് മാറ്റി. അതല്ലേ മുഖത്തൊരു ക്ഷീണം കാണുന്നത്? അത് പിന്നെ കഴിഞ്ഞ പെയിന്റ് അടിക്കുമ്പോ ഒന്ന് തുടച്ചതാ, പിന്നെ ഇതുവരെ തുടച്ചിക്കില്ല. അത് ശരി, ഒരു സൂക്കേട് കണ്ടോ ഡയറ്റെല്ലാം കൂടി. ഇതെല്ലാം സഹിക്കാൻ മോനെ. ആ പല്ലിനെ കൊണ്ടാ ഒരു രക്ഷയില്ലാത്തത്. ഒരു 2 എണ്ണം വന്ന് കൂടിയതാ. ഇപ്പൊ ഉണ്ടല്ലോ ഒരു 10-15 എണ്ണം വന്നിട്ട് ഇക്കിളിയാക്കാൻ ഇക്കിളി. നിന്റെ അടുത്ത് സ്ഥലമില്ലാത്ത ഇതിനുള്ളിൽ വന്നിട്ട് ഇക്കിളിയാക്കും. ഇവിടെ രണ്ടാളെ കൃതി തന്നെയാ. ഇപ്പൊ എന്റെ കാലല്ലേ. എന്തെന്നാ രണ്ടാളും കൂടി പറയുന്നത്? ഞാനൊരു സ്ഥലത്തില്ലാത്ത അറിയാനുണ്ടല്ലോ. അല്ല ഇതെവിടെ ആയാലും കുറച്ച് ദിവസമായിട്ട് ഒന്ന് കറങ്ങി ദുബായ്, സിംഗപ്പൂർ, മലേഷ്യ. എന്താക്കാനാ, റിച്ചായി പോയില്ലേ? അടുത്ത ജന്മത്തിലെങ്കിലും എന്നെ പോലെ ആയാൽ മതിയായിരുന്നു. പണ്ടത്തെ പോലെ നല്ലല്ലോ, എല്ലാ സൗകര്യങ്ങളും എന്റെ അടുത്തുണ്ടല്ലോ. എന്തിനാണ് പറയുന്നത്? കലണ്ടർ, ക്ലോക്ക്, വാച്ച്, കാൽക്കുലേറ്റർ, TV, മാപ്പ്, കണ്ടവനം പൈസ. തിരക്ക് പിടിച്ചൊരു ജീവിതല്ലേ. എന്ത് സുഖ ജീവിത അല്ലേ. അപ്പൊ ഭാര്യനെ മക്കളെക്കാൾ കൂടുതൽ ഇഷ്ടം ഇപ്പൊ എന്നോടാ. ഓ, മാസത്തിൽ നല്ല സ്റ്റൈലിഷ് കവറുകൾ, നല്ല ഫ്രണ്ട് ഗ്ലാസ്, പോരാത്തതിന് ഇൻഷുറൻസ് വരെ ഉണ്ട്. ഇത്ര നേരം പീപ്പിൾക്കല്ല അച്ഛനൊന്നും അറിയോ? ഊട്ടിക്കൊണ്ടേ